ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ടിക്ടോക്കിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചിരട്ട ചായ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചായ ചിരട്ടയിൽ ഉണ്ടാക്കുന്ന കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടിക്കാൻ. പിന്നെ ഫ്ലോപ്പ് ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ചായ തയ്യാറാക്കാൻ വേണ്ടി നല്ല വൃത്തിയുള്ള നല്ലൊരു ചിരട്ട എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള ഈ ഒരു ചിരട്ട നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചിരട്ടയുടെ ഇതുപോലുള്ളൊരു ഭാഗം എടുക്കുക കേട്ടോ. ആ ഒരു കണ്ണുള്ള ചിരട്ട എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള കണ്ണുള്ള ചിരട്ട എടുക്കരുത്. അങ്ങനെയാകുമ്പോൾ ചൂടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓട്ടയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചിരട്ട എടുക്കാം. ഇനിയൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. പിന്നെ ചിരട്ട എടുക്കുമ്പോൾ ഇതുപോലെ സ്റ്റൗവിൽ വെക്കാൻ പറ്റണം. അപ്പോൾ അത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചിരട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. പാല് തിളച്ച് വരുന്നതിന് മുമ്പായിട്ട് തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചായ റെഡിയാക്കി തുടങ്ങാം. അതിനായിട്ട് ചിരട്ടയുടെ പകുതിയുടെ താഴെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിലിട്ട് മാത്രം ചെയ്യാം. വെള്ളം നിൽക്കുന്ന ആ ഒരു ലെവൽ മാത്രമേ, ചിരട്ടയുടെ ആ ഒരു ലെവൽ മാത്രമേ തീ തട്ടാൻ പാടുള്ളൂ. അതിന് മുകളിലേക്ക് തട്ടുകയാണെങ്കിൽ ചൂട് കൂടിയിട്ട് ചിരട്ട പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പുറത്തേക്ക് വെള്ളമൊക്കെ പോയിട്ട് ചായ റെഡിയാക്കി കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ചെയ്യാം. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു ഏലക്കായോ അല്ലെങ്കിൽ ഒരു നുള്ള് ഏലക്കാപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഏലക്കാപ്പൊടിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു നുള്ള് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഗ്ലാസ്സിനുള്ള ചായ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു നുള്ള് മതിയാവും. ഏലക്കാപ്പൊടി കൂടി പോവരുത്. പിന്നെ ഇതുപോലെ 2 ചിരട്ടയിലായിട്ട് ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം രണ്ടും നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. ഏകദേശം 3/4 ഭാഗമായിട്ട് പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോൾ തിളക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലൊരു പാത്രം അടുത്ത് തന്നെ വെക്കണം. അപ്പോൾ അതെന്തിനാന്ന് പറയാം. പിന്നെ ഒരു ഗ്ലാസ് ചായക്ക് ആവശ്യമായിട്ടുള്ള ചായപ്പൊടി ഓരോന്നിലേക്കും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തിളക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലൊരു പ്ലക്കർ ചിരട്ടയിൽ റെഡിയാക്കി വെക്കണം. അപ്പോൾ ചായ നന്നായിട്ട് തിളച്ച് നന്നായിട്ട് പൊങ്ങി പുറത്തേക്ക് ഒലിക്കുന്ന സമയത്ത് വേഗം ഈ ഒരു പാത്രത്തിലേക്ക് മുകളിലായിട്ട് കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പകുതിയോളം വേസ്റ്റായി പോവും. പിന്നെ തിളച്ച് വരുമ്പോൾ ഇതുപോലെ ഒന്ന് പൊക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. അപ്പോൾ ഒലിച്ച് വരുന്ന സമയത്ത് വേഗം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പുറത്തേക്ക് ഇതുപോലെ ഇങ്ങനെ പതിഞ്ഞ് പൊങ്ങി വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ നല്ല ആവേശമായിരുന്നു. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ചായ കുടിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ.